എന്നെ ഒരു കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു പോലീസ്. എന്നിട്ട് ഞാൻ നിരപരാധിയാണെന്ന് ഞാൻ പറയുന്നു. സത്യമാണെങ്കിലും അല്ലെങ്കിലും ഞാനത് കേസ് വാദിച്ച് ജയിക്കണമല്ലോ. അപ്പോൾ കേസ് വെക്കുന്ന ഓരോ ദിവസം പോലും ഞാനവിടെ പ്രസൻറ്റ് അല്ലെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് വേണ്ടി വാദിക്കുന്നു, പക്ഷെ ഞാനവിടെ ഇല്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുണ്ട് ഈശോ. നമ്മൾ പറയും, ചിലർ പറയും ഈശോ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ അപ്പനെ പോലെയാണ്. പക്ഷേ അതിലെല്ലാം ഉപരി നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഈശോയ്ക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. ഈശോ നമുക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്, മീഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്, എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പം ഈശോ ശരിക്കും ജീവനുള്ളൊരു വ്യക്തി, അത്രയും സഹിച്ചു, എന്തോരോ സഹിച്ചു, എനിക്ക് വേണ്ടിയാണ് സഹിച്ചത്. അതെല്ലാം കഴിഞ്ഞ് ഓരോ വിശുദ്ധ കുർബാനയിലും അച്ഛൻ്റെ കൂടെ നിത്യപുരോഹിതനായ ഈശോ പിതാവായ ദൈവത്തിന് ഇങ്ങനെ കൊടുക്കുവാണേ സഹനമൊക്കെ. അപ്പ എന്നെ ഇങ്ങനെ തുപ്പിയതോർത്ത്, എന്നെ നഗ്നനാക്കി നാണം കെടുത്തിയതോർത്ത്, അടിച്ചതിനോർത്ത്, ഇതെല്ലാം ഇങ്ങനെ കൊടുത്തിട്ട് പറയാം, നമ്മുടെ മോനല്ലേ ക്ഷമിക്കണം, കരുണ ചൊരിയണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ടി ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പം ആ ഈശോയുടെ ആ സഹനത്തിൻ്റെ യോഗ്യതയും മൂല്യമൊക്കെ കണ്ടിട്ട് പിതാവായ ദൈവം ഇങ്ങനെ കരുണയും ക്ഷമയും സന്തോഷവും സമാധാനമൊക്കെ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. അത് റിസീവ് ചെയ്യാൻ നമ്മളവിടെ ഇല്ലെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈശോയുടെ ഈശോ എല്ലാം ചെയ്തു, ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. ഒരു വിശുദ്ധ കുർബാനയിൽ ഒരു അച്ഛൻ പറഞ്ഞ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫറിങ് ടു ഗോഡ് ത്രൂ ഗോഡ്. പുത്രൻ പിതാവായ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വഴി ബലിയർപ്പിക്കുന്നു. എല്ലാം ദൈവം ചെയ്യുന്നുണ്ട്. നമ്മുടെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഉണ്ടായാൽ മതി, പ്രസൻ്റ് ആയാൽ മതി. അപ്പോൾ ശരിക്കും ആ ഒരു ഇതിൻ്റെ വില മനസ്സിലാക്കിയിട്ട് നമ്മൾ ശരിക്കും ഓടിയാണ്. എനിക്ക് വേണ്ടിയാണല്ലോ അവിടെ ഈശോ ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് റിസീവ് ചെയ്യാൻ ഞാനവിടെ പ്രസൻ്റ് ആവാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം.